കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഇവിടെ റോമാലേഖനം എഴുതി ആരംഭിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം ആർക്കാണ് എഴുതുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരുമായ എല്ലാവർക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ പറയാം, റോമാലേഖനം എഴുതിയിരിക്കുന്നത് അവരെ അഡ്രസ്സ് ചെയ്താണെങ്കിലും ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സംബോധന ചെയ്യുന്നത്, നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ ആ മനസ്സിലെ ചിന്ത, കർത്താവ് നമ്മളെ സംബോധന ചെയ്യുന്ന ഇങ്ങനെയാണ്: ദൈവത്തിന് പ്രിയരാണ് നമ്മൾ. പ്രിയമുള്ളവർ, നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചില അധ്യാപകർക്ക് ചില കുട്ടികൾ പ്രിയരായിരിക്കും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസിന് നിങ്ങൾ ചിലരൊക്കെ പ്രിയരായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾ പറയാം, എല്ലാവരും വെറുക്കുന്ന ആൾക്കാരെയും യേശു കർത്താവ് സ്നേഹിക്കുന്നു. ആർക്കും നിങ്ങളോട് പ്രത്യേകിച്ച് സ്നേഹമില്ലെങ്കിലും, നിങ്ങളെ വേറെ ആരും പ്രിയപ്പെടുന്നില്ലെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളെ പലരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെയും പ്രിയരായിരിക്കണമെന്നില്ല. ഇവിടെ പറയാം, ദൈവത്തിന് പ്രിയരാണ് ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാർ! നമ്മളെ കർത്താവിന് പ്രിയരാണെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നമ്മുടെ പ്രിയമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? കർത്താവിന് പ്രിയരായിരിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! വേറെ ആർക്കും പ്രിയപ്പെടുന്നതിനേക്കാൾ, വേറെ ആരും നമ്മളോട് പ്രിയപ്പെടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പ്രിയം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? അവിടെ പറയാം, ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും. അവിടെ പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യനല്ല, നമ്മളെല്ലാം കർത്താവ് വിശുദ്ധരായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധി കൊണ്ടൊന്നുമല്ല, നമ്മുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടോ നമ്മൾ ഒത്തിരി വലിയ വിശുദ്ധമായി ജീവിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പകരം യേശുവിൻ്റെ പുണ്യാക രക്തം നമ്മളെ കഴുകി നമ്മളെ വിശുദ്ധരാക്കി നിർത്തിയിരിക്കുക. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരുമിച്ച് ചിന്തിക്കാനുള്ളത്, ഞാനും നിങ്ങളും കർത്താവിന് പ്രിയരാണ്. കർത്താവ് നമ്മളെ വിശുദ്ധരാക്കിയിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ കറകൾ കർത്താവ് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മൾ എത്ര വലിയ പാപത്തിലായിരുന്നെങ്കിലും, നമ്മൾ എത്ര വലിയ പാപിയായിട്ടാണ് ജീവിച്ചതെങ്കിലും, ഇന്ന് നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, യേശു അങ്ങൻ്റെ കർത്താവാണെന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും കഴുകി നമ്മളെ വിശുദ്ധരാക്കുന്നു. വിശുദ്ധരാക്കുക മാത്രമല്ല, നമ്മൾ ദൈവത്തിന് പ്രിയരായി മാറുന്നു. നമ്മൾ ദൈവത്തിന് പ്രിയരായി തീരുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പ്രിയരായി നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ പ്രിയരാക്കി മാറ്റിയല്ലോ. കർത്താവെ, ഞങ്ങളെ പ്രിയപ്പെടാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഞങ്ങളെ പ്രിയപ്പെടാൻ ഈ ലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, കർത്താവെ, അങ്ങ് ഞങ്ങളെ പ്രിയപ്പെട്ടു. ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധന്മാരാക്കി മാറ്റി. അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി. ഞങ്ങളുടെ പാപത്തിൻ്റെ കറകളെ കർത്താവ് മാറ്റി. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആ സ്നേഹത്തിൽ വസിക്കാൻ ഇന്ന് പകലും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് വീണ്ടും നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. പ്രിയരായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.